ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. എൻജിൻ ഡിസസംബ്ലിംഗ് വീഡിയോ സീരീസിലെ അവസാന ഭാഗമാണ് ടെക്നോ ടിപ്സ് ഓറിയൽ എന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സ് ഡിസസംബിൾ ചെയ്യാം. ഇതാണ് ക്ലച്ച് ഷാഫ്റ്റ് അഥവാ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് ഔട്ട്പുട്ട് ഷാഫ്റ്റ് അഥവാ സ്പ്രോക്കറ്റ് ഷാഫ്റ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെയായിട്ടാണ് ഡ്രൈവ് ചെയിനിൻ്റെ ചെറിയ സ്പ്രോക്കറ്റ് നമ്മൾ ഘടിപ്പിക്കുന്നത്. ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ ഇവിടെയായി ആദ്യം തന്നെ ഒരു വാഷർ ഉണ്ടാവും. അതിനുശേഷം ആദ്യത്തെ ഗിയർ വീൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇൻപുട്ട് ഷാഫ്റ്റിൽ ആദ്യം വാഷർ ഉണ്ടാകില്ല, അതുകൊണ്ട് നമുക്ക് ഗിയർ വീൽ തന്നെ ആദ്യം തന്നെ എടുത്തു മാറ്റാം. അതിനുശേഷം ഒരു വാഷർ ഉണ്ടാകും. ഇനി ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ രണ്ടാമത്തെ ഗിയർ വീൽ നമുക്ക് ഊരിയെടുക്കാം. ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ ഇനി രണ്ട് വാഷറുകളും ഉണ്ടാകും. ഇതാണ് ആദ്യത്തേത്, ഇത് രണ്ടാമത്തേതും. ഇനി നമുക്ക് ഗിയർ ഡ്രം അഥവാ ഗിയർ ക്യാം ഊരിയെടുക്കണം. അതിനുവേണ്ടി ഈ ഭാഗത്ത് കാണുന്ന ഈ റബ്ബർ ബുഷ് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിയിളക്കി മാറ്റാം. റബ്ബർ ബുഷ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തായി ഒരു 10 മില്ലിമീറ്റർ ബോൾട്ട് ഉണ്ട്. അത് നമുക്ക് ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ ഊരിയെടുക്കാം. ബോൾട്ട് മുഴുവനായി ഊരാറാവുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് ഗിയർ ഡ്രമ്മിൽ ഇതുപോലെ ഒരു സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഈ 10 മില്ലിമീറ്റർ ബോൾട്ടിന് ശേഷം ഒരു വാഷർ കൂടി ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ വാഷർ നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം രണ്ട് ഷാഫ്റ്റുകളിലും ഗിയർ ഡ്രമ്മിലുമായി പിടിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഊരിയെടുക്കാവുന്നതാണ്. ഔട്ട്പുട്ട് ഷാഫ്റ്റ് അഥവാ സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു ഗിയർ വീൽ കൂടി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലായി ഒരു ചെറിയ കോളർ അഥവാ മെറ്റൽ ബുഷ് കൂടി ഉണ്ടാവും. ഈ ഗിയർ വീലിൻ്റെ ഒരു ഭാഗം കുഴി പോലുള്ള ഭാഗവും ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ ഫ്ലാറ്റ് ആയതുമാണ്. അതിനുശേഷം ഒരു വാഷർ കൂടെ ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് ഗിയർ ഡ്രമ്മിന് രണ്ട് ഷാഫ്റ്റുകളുമായുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റ്. അതുപോലെ ഇൻപുട്ട് ഷാഫ്റ്റും ഗിയർ ഡ്രമ്മിൽ നിന്നും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. രണ്ട് ഷാഫ്റ്റിലെയും ഗിയർ വീലുകൾ നല്ല രീതിയിൽ പരിശോധിച്ച് തേയ്മാനം കൂടുതലുണ്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. ഗിയർ വീലുകൾക്കും വാഷറുകൾക്കും അതുപോലെ തന്നെ രണ്ട് ഷാഫ്റ്റുകൾക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിയുടെ രണ്ട് ഷാഫ്റ്റുകളും ഗിയർ വീലുകളും വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് ഓയിൽ സീലുകൾ നമുക്ക് ഇനി ഊരിയെടുക്കാം. അത്യാവശ്യം നല്ല ബലമുള്ളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഗിയർ ഷാഫ്റ്റ് ഓയിൽ സീൽ ഊരിയെടുക്കാം. അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിലെ ഓയിൽ സീൽ നമുക്ക് കുത്തി ഊരിയെടുക്കാവുന്നതാണ്. ഇനി ഓയിൽ പമ്പ് വീലും അതുപോലെ തന്നെ ഓയിൽ പമ്പിൻ്റെ ഷാഫ്റ്റ് നമുക്ക് മാറാനുണ്ട്. ഓയിൽ പമ്പ് വീൽ ഊരിയെടുക്കാനായി ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഈ കാണുന്ന സ്പെഷ്യൽ ടൂളോ നമുക്ക് ഉപയോഗിക്കാം. ടൂളിൻ്റെ ഈ വിടർന്നിരിക്കുന്ന ഭാഗം നമ്മുടെ പമ്പ് ഷാഫ്റ്റിൻ്റെ എഡ്ജിലെ ഭാഗത്ത് ഇവിടെ കണക്ട് ചെയ്താണ് നമ്മൾ ഊരുന്നത്. ഏറ്റവും ആദ്യമായി നമുക്ക് ഓയിൽ പമ്പ് വീൽ കറങ്ങുന്നത് തടയാനായി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കണം. ഇനി ഒരു പ്ലെയറോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച സ്പെഷ്യൽ ടൂളോ ഉപയോഗിച്ച് പമ്പ് ഷാഫ്റ്റിൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലെ ഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ്.
പമ്പ് ഷാഫ്റ്റ് ആദ്യം തന്നെ നന്നായി റിലീസായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തിരിച്ച് ഊരിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓയിൽ പമ്പ് വീൽ ഇതുപോലെ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. എൻജിനകത്ത് വരുന്ന ഈ ബെയറിങ് ചേഞ്ച് ചെയ്യാനായി ടയറുകൾ 2 ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു ഹെക്സ് സോക്കറ്റ് ഉപയോഗിച്ച് ഇതുപോലെ മെല്ലെ തട്ടി ഊരാവുന്ന. എന്നാൽ ഈ കാണുന്ന ബെയറിംഗ് ഊരാനായി ഒരു ബെയറിംഗ് പുള്ളറിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ബെയറിംഗ് പുള്ളർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെൽഡ് ചെയ്താണ് അയച്ചത്. ഇനി രണ്ടാമത്തെ എൻജിൻ കേസിൽ വരുന്ന ഈ 2 ബെയറിങ്ങുകൾ കൂടി നമുക്ക് ഊരിയെടുക്കാനുണ്ട്. ഈ 2 ബെയറിങ്ങുകളുടെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് ഇവിടെ ഒരു ഹെക്സ് സോക്കറ്റ് നേരത്തെ കാണിച്ചതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഹാമർ ഉപയോഗിച്ച് മെല്ലെ തട്ടി ഊരിയെടുക്കാവുന്നതാണ്. ഈ 2 ബെയറിങ്ങുകളും ഊരിയെടുത്താൽ എൻജിൻ ഡിസസംബ്ലിംഗ് വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഫുൾ എൻജിൻ എങ്ങനെ അസംബിൾ ചെയ്യാമെന്നുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്